കൂട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളുമായി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 1.5 മണിക്കൂർ നീണ്ട സംവാദമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ടെക്നോളജി ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ മുൻകൂട്ടി തയ്യാറാക്കാതെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ വ്യക്തതയോടെയാണ് മറുപടി നൽകിയത്. അതിനുശേഷം വെറും 45 സെക്കൻഡ് മാത്രം നീണ്ട ഒരു സന്ദേശം ഈ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി അദ്ദേഹം നൽകി. അദ്ദേഹത്തിന്റെ ഈ വിലയേറിയ സന്ദേശം വിലമതിക്കാനാവാത്തതാണ് എന്ന് തുറന്നു പറയാൻ ഞാൻ മടിക്കുന്നില്ല. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി ഫോട്ടോ എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ആവേശവും അദ്ദേഹവുമായി ചിത്രമെടുക്കാനുള്ള ഉന്തും തള്ളലും വ്യക്തമായി കാണിക്കുന്നത് ഇന്ത്യയിലെ ജെൻ സിയുടെ ആവേശമാണ്, മാർഗദർശിയാണ് അദ്ദേഹം എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണാം. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം അദ്ദേഹം വെറും 45 സെക്കൻഡിൽ ഈ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി നൽകുന്ന സന്ദേശം കേൾക്കാം. Thank you very much for inviting me here. It's an honor for me to come here. I really like chatting to you, talking to you. You're the future of this country. You don't quite understand it right now, but you're the people who are going to run this country. We are essentially going to hand this country over to your generation. That's your responsibility. So of course you must do what is good for yourselves personally, but you also must keep in mind that there's something beyond me also. There's other people who live in this country. There's other ideas in this country. There are other traditions in this country. Be as open-minded as possible to other traditions, to other ideas. You can learn a lot from them and they can learn a lot from you. Thank you very much. All the best. കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അല്ലേ? ഇന്ത്യയുടെ ഭാവിയെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ്. ഞങ്ങളുടെ തലമുറ ഇന്ത്യയുടെ ബാറ്റൻ നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറും. അങ്ങനെ രാജ്യത്തിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അതുപോലെ അദ്ദേഹം നൽകുന്ന ഒരു ഏറ്റവും മികച്ച ഉപദേശം എന്താണെന്ന് വെച്ചാൽ, വ്യക്തിഗതമായ വളർച്ചയോടൊപ്പം ചുറ്റുമുള്ളവരോട്, മറ്റുള്ളവരോട് പരിഗണനയും കരുണയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയും പ്രകടിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറയുകയാണ്. എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. മറ്റുള്ളവരുടെ ആശയങ്ങളും രീതികളും തുറന്ന മനസ്സോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്ന്. ഇതിനു ശേഷമാണ് വിദ്യാർത്ഥികളോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അവസരം വരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി കണ്ടുകൊള്ളൂ. Yeah, we can take a photo. We can take a photo with Rahul Gandhi ji. Yeah, I request the students who are seated in the back to just come forward and line up in the middle gap. You can see the middle gap there. Please line up there.
അദ്ദേഹം കഴിയുന്നത്ര വിദ്യാർത്ഥികളോട് തുറന്ന് സംസാരിക്കുകയാണ്. അതുപോലെ ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കും ഹസ്തദാനം നൽകുകയും എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. എത്ര താല്പര്യത്തോടെയാണ് ഈ വിദ്യാർത്ഥികളോട് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് കണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ ഈ ജെൻ സി കുട്ടികൾ അദ്ദേഹത്തെ പൊതിയുകയാണ്. ഇത്ര വലിയ ജനസമൂഹത്തിലെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും ഹസ്തദാനം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അസാധ്യമായ കാര്യമാണ്. എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ഫോൺ എടുത്ത് അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാൻ തിക്കിത്തിരക്കുകയാണ്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ആൺകുട്ടികളെക്കാൾ ആവശ്യം പെൺകുട്ടികൾക്കാണ് അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനും ഉള്ളത് എന്നാണ്. ഒരു യഥാർത്ഥ ജനനേതാവിന് ചേർന്ന രീതിയിൽ വളരെ വിനയത്തോടെയും വളരെ സ്നേഹത്തോടെയുമാണ് അദ്ദേഹം യാതൊരു വലിയ ഭാവവും കൂടാതെ ഈ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. ഓർക്കണം, ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം രാജ്യത്തിന് വെറുതെ കൊടുത്ത സ്വത്തുണ്ടെങ്കിൽ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം വെച്ച് വിലയ്ക്ക് വാങ്ങാം. ഇത് അറിയാവുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. സംഖ്യകൾ ഇത് വിശ്വസിക്കുകയുമില്ല. അത്ര ധനികമായതോടൊപ്പം സംസ്കാരമുള്ളതുമായ കുടുംബത്തിൽ പിറന്നവനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ദിനം പ്രതിയായ പ്രവൃത്തികളിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ജനങ്ങളുമായി ഇടപഴകുകയും അവരോട് സംസാരിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഈ വിദ്യാർത്ഥികളുമായി നടത്തിയ ഇന്ററാക്ഷനിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ യഥാർത്ഥ തെളിവാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?